മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂരിൽ പോലീസിന് നേരെ കല്ലേറ്. പ്രതിഷേധക്കാർ റോഡിൽ ടയറുകൾ കത്തിച്ചു. കുക്കി സംഘടനകൾ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചു. ഉപമുഖ്യമന്ത്രി നെംചെ കിപ്ഗന് വധഭീഷണി. കുക്കി വിഭാഗത്തിൽപ്പെട്ട MLA-മാർ സർക്കാരിന്റെ ഭാഗമായതാണ് പ്രതിഷേധത്തിന് കാരണം. YS അഭിനന്ദനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. YS അഭിനന്ദ്, പുതിയ മന്ത്രിസഭ വരുന്നു. പ്രസിഡന്റ് ഭരണത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ കുക്കി വിഭാഗത്തിൽ നിന്നുള്ളവരെയും മേത്തേ വിഭാഗത്തിലുള്ളവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പുതിയ ND മന്ത്രിസഭ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണോ വീണ്ടും മണിപ്പൂർ അശാന്തമാകുന്നത്? അരുൺകുമാർ, നാളുകൾക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും ഒരു സംഘർഷ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനം എന്നത് കഴിഞ്ഞ ദിവസമാണ് ജനകീയ സർക്കാർ അത് പ്രഖ്യാപിച്ചത്. അതിനകത്ത് മുഖ്യമന്ത്രിയായിട്ട് മേത്തേ വിഭാഗത്തിലുള്ള യുംനാം ഖേംചന്ദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ഒപ്പം തന്നെ കുക്കി വിഭാഗത്തിലുള്ള വനിതാ നേതാവിന് ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഉപമുഖ്യമന്ത്രിയായി നെംചെ കിപ്ഗൻ ചുമതലയേറ്റതിലാണ് ഇപ്പോൾ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള കുക്കി സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഈ മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിൽ നിന്ന് അവശേഷിക്കുന്ന കുക്കി വിഭാഗത്തിലുള്ള ആളുകളെയും നീക്കം ചെയ്തിരുന്നു. അവരെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മേത്തേ വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി വന്നാൽ പൂർണ്ണമായും മേത്തേ അനുകൂലമായിട്ടുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുന്നതെന്നും അതിന്റെ ഭാഗമായി കുക്കി വിഭാഗത്തിലുള്ള MLA-മാർ ജനകീയ സർക്കാർ രൂപീകരണത്തിൽ ഏർപ്പെടരുതെന്നും ഉപമുഖ്യമന്ത്രിയായി നെംചെ കിപ്ഗൻ സത്യപ്രതിജ്ഞ ചെയ്തത് അത് അങ്ങേയറ്റം അപലപനീയമാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കുക്കി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് അക്രമ സംഭവങ്ങളും അവിടെ ഉണ്ടായി. ചുരാചന്ദ്പൂരിലായിരുന്നു ഇത്തരത്തിലേക്ക് അക്രമ സംഭവങ്ങൾ കുക്കി സംഘടനകളുടെ ഭാഗത്തും ഉണ്ടായത്. പോലീസിന് നേരെ കല്ലെറിഞ്ഞു, റോഡിൽ ടയറുകൾ കത്തിച്ചു, അടച്ചുപൂട്ടടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിക്ക് ഒരു വധഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിയുടെ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നാളുകൾക്ക് ശേഷം രാഷ്ട്രപതി ഭരണം അവസാനിച്ച സാഹചര്യത്തിൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് മണിപ്പൂർ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അരുൺകുമാർ, താങ്ക് യു.